ഹലോ. നമുക്കിന്നിവിടെ ഓപ്പറയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് അല്ലോപ്യൂരിനോൾ? സോ ഓപ്ഷൻസ് വരുന്നത് എ ടു ഇൻക്രീസ് റീനൽ എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ്, ബി ടു ഇൻഹിബിറ്റ് ഫോർമേഷൻ ഓഫ് യൂറിക് ആസിഡ്, സി ടു ഇൻഹിബിറ്റ് അബ്സോർപ്ഷൻ ഓഫ് ഡയറ്ററി പ്യൂരിൻസ് ആൻഡ് ഡി ടു ഇൻഹിബിറ്റ് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ്. സോ ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ അല്ലോപ്യൂരിനോളിന്റെ മോഡ് ഓഫ് ആക്ഷൻ ആണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ആണ് ഓപ്ഷൻ ബി, ടു ഇൻഹിബിറ്റ് ദ ഫോർമേഷൻ ഓഫ് യൂറിക് ആസിഡ്. എന്താന്ന് വെച്ചാല് അല്ലോപിരിനോൾ നിങ്ങൾക്കറിയാം, ഇറ്റ് വർക്ക്സ് ബൈ ഇൻഹിബിറ്റിംഗ് സാന്തൈൻ ഓക്സിഡേസ് എൻസൈം അല്ലെ. സാന്തൈൻ ഓക്സിഡേസ് എൻസൈം ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലോപിരിനോൾ വർക്ക് ചെയ്തത്. സോ ഈ സാന്തൈൻ ഓക്സിഡേസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഹൈപ്പോസാന്തൈനെ സാന്തൈൻ ആൻഡ് സാന്തൈനെ യൂറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് മെയിൻ ഫംഗ്ഷൻ ഓഫ് ദിസ് അല്ലോപ്യൂരിനോൾ അല്ലെങ്കിൽ സാന്തൈൻ ഓക്സൈഡ്. സോ നമ്മൾ ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ഈ സാന്തൈൻ ഓക്സിഡേസ് എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അല്ലോപ്യൂരിനോൾ എന്ത് ചെയ്യും? റെഡ്യൂസസ് ദ പ്രൊഡക്ഷൻ ഓഫ് യൂറിക് ആസിഡ്. സോ ഇങ്ങനെ നമ്മൾ യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഈ ഗൗട്ട് എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? യൂറിക് ആസിഡ് ലെവൽ കൂടി വരികയാണ് ചെയ്യുക. സോ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലോപ്യൂരിനോൾ എന്ന് പറയുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ടുള്ള, നമ്മുടെ ഗൗട്ടിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ടുള്ള അല്ലോപ്യൂരിനോൾ എന്താണ് ചെയ്യുക? നമ്മുടെ ഈ യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുക ബൈ ഇൻഹിബിറ്റിംഗ് ഓർ ബൈ ബ്ലോക്കിംഗ് സാന്തൈൻ ഓക്സിഡേസ് എൻസൈം. ഇങ്ങനെയാണ് നമ്മുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് അല്ലോപ്യൂരിനോൾ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് വന്നില്ല എന്ന് നമുക്ക് നോക്കാം. ടു ഇൻക്രീസ് റീനൽ എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ്, അതാണോ? സോ ഈ ഇൻക്രീസ് റീനൽ എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അല്ലോപ്യൂരിനോളിന്റെ അല്ല, പ്രോബെനിസൈഡ്, അതായത് യൂറിക് ഏജന്റ് ആയിട്ടുള്ള പ്രോബെനിസൈഡിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ടു ഇൻക്രീസ് ദ റീനൽ എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ്. ഇനി ഓപ്ഷൻ സി നോക്കാം, ടു ഇൻഹിബിറ്റ് അബ്സോർപ്ഷൻ ഓഫ് ഡയറ്ററി പ്യൂരിൻസ്. സോ അല്ലോപ്യൂരിനോൾ ഇങ്ങനെ ഡയറ്ററി അബ്സോർപ്ഷൻ ഓഫ്, അതായത് ഈ ഇൻഹിബിറ്റ് അബ്സോർപ്ഷൻ ഓഫ് ഡയറ്ററി പ്യൂരിൻസ് അങ്ങനത്തെ മെക്കാനിസം ഒന്നും നമുക്ക് അല്ലോപ്യൂരിനോളിനില്ല. ഓക്കെ. ടു ഇൻഹിബിറ്റ് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ്. ഓക്കെ, ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് NSAIDs ആണ്. അല്ലോപ്യൂരിനോളിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അല്ല, NSAIDsന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടു ഇൻഹിബിറ്റ് ദ ഫോർമേഷൻ ഓഫ് യൂറിക് ആസിഡ്. ഇനി ആഫ്റ്റർ ഇനീഷ്യൽ ഇമ്മ്യൂണൈസേഷൻ വിത്ത് ടെറ്റനസ് ടോക്സൈഡ്, ഹൗ ഓഫൺ ഷുഡ് ബൂസ്റ്റർ ഇഞ്ചക്ഷൻസ് ബി ഗിവൺ? സോ ഫസ്റ്റ് ഇനീഷ്യൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇമ്മ്യൂണൈസേഷൻ ഓഫ് ടെറ്റനസ് ടോക്സൈഡിന് ശേഷം എപ്പോഴാണ് നമ്മൾ ബൂസ്റ്റർ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതെന്ന് അറിയായിരിക്കും. ഓപ്ഷൻ ഡി ആണ് വരിക. ആഫ്റ്റർ 10 years ആണ് ആൻസർ വരിക. സോ ആഫ്റ്റർ നമ്മൾ ഇനീഷ്യൽ ഇമ്മ്യൂണൈസേഷന് ശേഷം 10 years കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ബൂസ്റ്റർ ഡോസ് ഓഫ് ടെറ്റനസ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which one of the following medication is recommended for use in benign prostatic hyperplasia? So benign prostatic hyperplasia യിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻ അല്ലെങ്കിൽ ഇതിലുള്ളതിൽ ഏതാണ് ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വരുന്നത് സ്പൈർനോലാക്ടോൺ, സിപ്രോട്ടിറോൺ അസിറ്റേറ്റ്, ഫിനാസ്റ്ററൈഡ്, ടിബോലോൺ. ഇതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത് അല്ലെ. സോ നമുക്ക് ഫസ്റ്റ് എന്താണ് ബിനൈൻ പ്രോസ്തെറ്റിക് ഹൈപ്പർപ്ലാസിയ നോക്കാം. എന്തായിരിക്കും ബിനൈൻ പ്രോസ്തെറ്റിക് ഹൈപ്പർപ്ലാസിയ? അതൊരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ, നമുക്ക് പറയാം, ഒരു നോൺ ക്യാൻസറസ് എൻലാർജ്മെന്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. കോമൺലി ഓൾഡർ മെന്നിന് വരുന്ന ഒരു നോൺ ക്യാൻസറസ് എൻലാർജ്മെന്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ് ഈ ബിനൈൻ പ്രോസ്തെറ്റിക് ഹൈപ്പർപ്ലാസിയ എന്ന് പറഞ്ഞാല്. സോ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഇതിനുള്ള ബെസ്റ്റ് റെക്കമെൻഡേഷൻ, ഈ തന്നിരിക്കുന്ന മെഡിസിൻസിലുള്ള ബെസ്റ്റ് റെക്കമെൻഡേഷൻ എന്തെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ് വരിക, ഫിനാസ്റ്ററൈഡ് ആണ് വരിക. സോ ഫിനാസ്റ്ററൈഡ് എന്ന് പറഞ്ഞാൽ കോമൺലി നമ്മൾ ബിനൈൻ പ്രോസ്റ്ററ്റിക് ഹൈപ്പർപ്ലാസിയ BPH നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു കോമൺ മെഡിസിൻ ആണ്. അതൊരു 5-alpha റിഡക്റ്റേസ് ഇൻഹിബിറ്റർ ആണ്. സോ ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ ടു ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ടു DSTയുടെ കൺവേർഷൻ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക. അതാണ് ആ ഒരു എൻസൈം ആണ് നമ്മുടെ ഹോർമോൺ. ആ ഒരു ഹോർമോൺ ആണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നത്. സോ നമ്മൾ ആ ഒരു ഹോർമോൺ എന്ത് ചെയ്യാണ് ചെയ്യുക? ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ BPHന്റെ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യിക്കുകയാണ് നമ്മൾ ഫിനാസ്റ്ററൈഡ് ചെയ്യുക. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. എന്തുകൊണ്ട് വന്നില്ല? സ്പൈർനോലാക്ടോൺ എന്ന് പറഞ്ഞാൽ അതൊരു പൊട്ടാഷ്യം സ്പാരിംഗ് ഡൈയൂററ്റിക് അല്ലെങ്കിൽ ഒരു ആൽഡോസ്റ്ററോൺ ആന്റഗോണിസ്റ്റ് ആണ്. നമ്മളത് മോസ്റ്റ്ലി ഹാർട്ട് ഫെയിലിയർ, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ആൽഡോസ്റ്ററോണിസത്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് BPHന് നമ്മൾ യൂസ് ചെയ്യുന്നതല്ല.
സിപ്രോട്ടിറോൺ അസിറ്റേറ്റ് എന്ന് പറയുന്നത് അതൊരു ആന്റി ആൻഡ്രോജൻ ആണ്. മോസ്റ്റ്ലി നമ്മൾ ആൻഡ്രോജൻ ഡിപ്പെൻഡന്റ് ക്യാൻസേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിപ്രോട്ടിറോൺ അസിറ്റേറ്റ്. ഓക്കെ, BPH നമ്മൾ യൂസ് ചെയ്യുന്നതല്ല. നെക്സ്റ്റ് ടിബോളോൺ എന്താണ്? ടിബോളോൺ എന്ന് പറഞ്ഞാൽ അതൊരു സിന്തറ്റിക് സ്റ്റിറോയിഡ് ആണ്. മോസ്റ്റ്ലി ഫോർ മോണോപോസൽ ഹോർമോൺ തെറാപ്പിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിന്തറ്റിക് സ്റ്റിറോയിഡ് ആണ് ഈ ടിബോളോൺ. ഓക്കെ, അതല്ലാണ്ട് അത് BPH മാനേജ്മെന്റിന് വേണ്ടിയിട്ടല്ല. സോ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫിനാസ്റ്ററൈഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is least appropriate regarding acyclovir for herpes zoster? Herpes zosterൽ നമ്മൾ അസൈക്ലോവർ കൊടുക്കും. ഓക്കെ, ആന്റിവൈറൽ. സോ അതിലെ ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇതിൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഇറ്റ് വിൽ ബി less effective if started more than 72 hours after the onset of the rash. Option B, it will reduce the duration of herpes zoster related pain. It should be taken 5 times a day for 7 days. Option D, fluid intake should be kept to minimum during the course of treatment. So ഇതിൽ least appropriate നമ്മൾ പറയുന്നതിൽ least appropriate എന്താണെന്നാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഫ്ലൂയിഡ് ഇൻടേക്ക് ഷുഡ് ബി കെപ്റ്റ് മിനിമം ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. ഇതാണ് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്. എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്താണെന്നാണ് അല്ലേ ക്വസ്റ്റ്യൻ. സോ അതിൽ നമുക്ക് വരുന്നത് ഇങ്ങനെ ഫ്ലൂയിഡ് ഇൻടേക്ക് നമ്മൾ മിനിമം ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് വരുന്നത്. കാരണം നമുക്ക് ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ് ആണ് നമ്മളൊരു അസൈക്ലോവിർ ട്രീറ്റ്മെന്റ് ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇഫ് ദ പേഷ്യന്റ് ഈസ് അറ്റ് റിസ്ക് ഓഫ് റീനൽ കോംപ്ലിക്കേഷൻ. കാരണം സൈക്ലോവിർ എന്ന് പറയുന്നത് നെഫ്രോടോക്സിക് എഫക്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു റീനൽ കോംപ്ലിക്കേഷൻ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യണം, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറയും, ഫ്ലൂയിഡ് ഇൻടേക്ക് എടുക്കാൻ പറയും. സോ ആ ഒരു കോംപ്ലിക്കേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മളത് ചൂസ് ചെയ്യാൻ പറയും. സോ ആഡിക്വേറ്റ് ഹൈഡ്രേഷൻ നമ്മുടെ കിഡ്നി പ്രോബ്ലംസിനെ ഒക്കെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യും. ഇനി എന്തുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് ഉണ്ടായില്ല എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഇറ്റ് വിൽ ബി ലെസ് എഫക്റ്റീവ് സ്റ്റേറ്റഡ് മോർ ദാൻ 72 hours ആഫ്റ്റർ ദി ഓൺസെറ്റ് ഓഫ് ദ റാഷ്. ഓക്കെ, ഈ അസൈക്ലോവിർ എന്ന് പറയുന്നത് മോർ എഫക്റ്റീവ് ആണ് വെൻ സ്റ്റാർട്ടഡ് വിത്തിൻ 72 hours ഓഫ് ദി റാഷ് ഓൺസെറ്റ്. മോർ എഫക്റ്റീവ് ആണ്, ലെസ് എഫക്റ്റീവ് അല്ല, മോർ എഫക്റ്റീവ് ആണ്. ഓക്കെ, ഈ ഓപ്ഷൻ ബി, it will reduce the duration of herpes zoster related pain. ഈ അസൈക്ലോവിർ ഇറ്റ് ക്യാൻ ഷോർട്ടൻ ദ ഡ്യൂറേഷൻ ഓഫ് അക്യൂട്ട് പെയിൻ. ഓക്കെ, അസൈക്ലോവിർ എന്താ ചെയ്യുക, അക്യൂട്ട് പെയിന്റെ ഡ്യൂറേഷൻ ഷോർട്ട് ചെയ്യാണ് ചെയ്യുക, അത് കുറയ്ക്കുകയാണ് ചെയ്യുക. അതേപോലെ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ന്യൂറാൾജിയ. നമ്മൾ ആദ്യം തന്നെ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇനീഷ്യലി അത് കൊടുക്കുകയാണെങ്കിൽ ന്യൂറാൾജിയയും റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഓപ്ഷൻ സി നമുക്ക് നോക്കാം. ഇറ്റ് ഷുഡ് ബി ടേക്കൺ 5 times a day for 7 days. ഓക്കെ, ഇതാണ് കറക്റ്റ് സ്റ്റാൻഡേർഡ് ഡോസിങ് റെജിമെൻ എന്ന് പറയുന്നത്. നമ്മുടെ അസൈക്ലോവിന്റെ കറക്റ്റ് സ്റ്റാൻഡേർഡ് ഡോസിങ് റെജിമെൻ ആണ് 5 times a day for 7 days. ഓക്കെ, ഇതില് നമുക്ക് ഞാനിപ്പോ പറഞ്ഞതില് ഓപ്ഷൻ ബിയും സിയും കറക്റ്റ് ആണെന്ന് മനസ്സിലായി. പക്ഷെ ഓപ്ഷൻ എയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് വിൽ ബി ലെസ് എഫക്റ്റീവ് സ്റ്റാർട്ടഡ് മോർ ദാൻ 72 എഫക്റ്റീവ്. ഓക്കെ, അസൈക്ലോവിർ എന്ന് പറയുന്നത് മോർ എഫക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വന്നു കാണും. അതിലൊരു തെറ്റുന്ന രീതിയിലാണല്ലോ ഞാൻ പറഞ്ഞത്. കാരണം ഇറ്റ് വിൽ ബി ലെസ് എഫക്റ്റീവ് എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞത് മോർ എഫക്റ്റീവ് ആണെന്നാണ് അല്ലേ. സോ നമ്മൾ എന്തുകൊണ്ടാണ് അത് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന രീതിയിൽ പറയാത്തത്? അങ്ങനെ ഒരു ഡൗട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? അതെന്താണെന്ന് വെച്ചാൽ അസൈക്ലോവിർ എന്ന് പറയുന്നത് മോർ എഫക്റ്റീവ് ആണ് വെൻ സ്റ്റാർട്ടഡ് വിത്തിൻ 72 hours ഓഫ് റാഷ് ഓൺസെറ്റ്. കാരണം നമ്മൾ പതിയെ തുടങ്ങിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി ചെറുതായിട്ട് കുറയും. ഓക്കെ, അത് സത്യമാണ്, എഫിഷ്യൻസി ചെറുതായിട്ട് കുറയും. പക്ഷെ അതൊരു ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ക്രൈറ്റീരിയയിൽ വരില്ല. ഓക്കെ, സോ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഒട്ടും ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ അങ്ങനത്തെ രീതിയിൽ വരുമ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരിക. ദെൻ, how is biotransformation of phenobarbital in the liver catalyzed? So, phenobarbital liverലെ ബയോട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് കാറ്റലൈസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത് ബൈ ദ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ കോംപ്ലക്സ്, ബൈ ദ മൈക്രോസോമൽ മിക്സ്ഡ് ഫംഗ്ഷൻ ഓക്സിഡേസസ്, ഇൻ ദി ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷൻ, ഇൻ ദ ഗ്ലൈക്കോനിയോജനിക് പാത്വേ. എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബൈ ദ മൈക്രോസോമൽ മിക്സ്ഡ് ഫംഗ്ഷൻ ഓക്സിഡേസ്. സോ ഈ ഫീനോബാർബിറ്റോൾ എന്ന് പറയുന്നത് ബയോട്രാൻസ്ഫോർമേഷൻ ലിവറിലാണ് ഉണ്ടാവുക, അറിയായിരിക്കുമല്ലോ. സോ ഇറ്റ് ഈസ് ഡൺ ബൈ ദ മിക്സ്ഡ്
മൈക്രോസോമൽ ഫംഗ്ഷൻ ഓക്സിഡേസ്. ഈ മൈക്രോസോമൽ ഫംഗ്ഷൻ ഓക്സിഡേസ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഓഫ് എൻസൈം ആണ്. നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈം ആണ്. സോ ഈ എൻസൈംസ് എല്ലാം ലാർജ്ലി ഹെൽപ്സ് ഇൻ ഓക്സിഡേറ്റീവ് മെറ്റബോളിസം. നമ്മുടെ ഡ്രഗ്സിന്റെ ഓക്സിഡേറ്റീവ് മെറ്റബോളിസം, അതായത് ഫീനോബാർബിറ്റോൾ പോലത്തെ ഡ്രഗ്സിന്റെ ഓക്സിഡേറ്റീവ് മെറ്റബോളിസത്തിനൊക്കെ സഹായിക്കുന്ന ഒരു എൻസൈംസ്, ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ് നമ്മുടെ ഈ മിക്സ്ഡ് ഫംഗ്ഷൻ ഓക്സിഡേസസ്. സോ ഈ പ്രോസസ് എന്ന് പറയുന്നത് ടിപ്പിക്കലി നമ്മുടെ സൈറ്റോക്രോം P450 എൻസൈം ആണ് കാറ്റലൈസ് ചെയ്യുന്നത്. സോ ഈ റിയാക്ഷൻ, നമ്മുടെ ആ കാറ്റലൈസ് ചെയ്യുമ്പോൾ റിയാക്ഷൻസ് ആണ് ഹൈഡ്രോക്സിലേഷൻ, ഡീമീഥൈലേഷൻ ആൻഡ് അതർ ഓക്സിഡേറ്റീവ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത് ആൻസർ വരുന്നത്, ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ബയോ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ബൈ ദ മൈക്രോസോമൽ മിക്സ്ഡ് ഫംഗ്ഷൻ ഓക്സിഡേസസ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ബൈ ദ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ കോംപ്ലക്സ്. ഓക്കെ, ഈ ബൈ ദ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ ഒരു ATP പ്രൊഡക്ഷൻ, മൈറ്റോകോൺട്രിയയിലെ ATP പ്രൊഡക്ഷനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതൊരു മെറ്റബോളിസം അല്ല, ഇതൊരു ATP പ്രൊഡക്ഷൻ, മൈറ്റോകോൺട്രിയയിലുള്ള ഒരു ATP പ്രൊഡക്ഷനെയാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് മെറ്റബോളൈസ് ചെയ്യുന്നത്. ഇനി ഇൻ ദി ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട്, ഈ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാല് ഇത് NADPH, ഓക്കെ, നമ്മുടെ ബോഡിയിലുള്ള NADPH റൈബോ ഷുഗർ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്വേ ആണ്, അല്ലാണ്ട് ഡ്രഗ് മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടുള്ള അല്ല. ഓക്കെ, ഈ മെറ്റബോളിക് പാത്വേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഫോർ ജനറേറ്റിംഗ് NADPH ആൻഡ് റൈബോ ഷുഗർ ആണ് ഈ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് എന്ന് പറഞ്ഞാൽ. അല്ലാതെ അതൊരു ഡ്രഗ് മെറ്റബോളിസം പാത്വേ അല്ല. ഇനി ഇൻ ദി ഗ്ലൂക്കോനിയോജനിക് പാത്വേ, ഗ്ലൂക്കോനിയോജനിക് പാത്വേ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഗ്ലൂക്കോസിനെ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സ്, അല്ലാണ്ട് അതൊരു ബയോ ട്രാൻസ്ഫോർമേഷൻ പാത്വേ അല്ല. ഓക്കെ, സോ ഇതിന് നമ്മുടെ ആൻസർ വരുന്നതാണ് ബൈ ദ മൈക്രോസോമൽ മിക്സ്ഡ് ഫംഗ്ഷൻ ഓക്സിഡേസസ്. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സോഡിയം മെറ്റാബൈസൾഫേറ്റ് ഈസ് ഇഫ് യൂസ്ഡ് ഇൻ എപ്പിനെഫ്രിൻ ഇഞ്ചക്ഷൻ? എപ്പിനെഫ്രിനിൽ സോഡിയം മെറ്റാബൈസൾഫേറ്റിന്റെ യൂസ് എന്താണ്, അല്ലെങ്കിൽ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സസ്പെൻഡിങ് ഏജന്റ്, ഫംഗിസൈഡ്, ആന്റി ഓക്സിഡന്റ്, ബാക്ടീരിയസൈഡ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആന്റി ഓക്സിഡന്റ്. സോ സോഡിയം മെറ്റാബൈസൾഫേറ്റ് നമ്മൾ എപ്പിനെഫ്രിൻ ഇഞ്ചക്ഷനിൽ ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ പ്രിവെന്റ് ദി ഓക്സിഡേഷൻ ഓഫ് എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിന്റെ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുക ബൈ ഡീഗ്രേഡിംഗ് ദ ഡ്രഗ് ആൻഡ് റെഡ്യൂസിങ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ്. അവിടെ എന്താണ് സംഭവിക്കുക? ഡ്രഗിന്റെ ഡീഗ്രഡേഷൻ കുറയ്ക്കുകയും അതേപോലെ ഡ്രഗിന്റെ എഫക്റ്റീവ്നെസ് റെഡ്യൂസ് ചെയ്യുക. അങ്ങനെയാണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അങ്ങനത്തെ ആ ആക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുക. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രിവെൻഷൻ ഓഫ് ഓക്സിഡേഷൻ ഓഫ് എപ്പിനെഫ്രിൻ വിച്ച് ക്യാൻ ഡീഗ്രേഡ് ദ ഡ്രഗ് ആൻഡ് റെഡ്യൂസ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ്. അതായത് നമ്മുടെ ഓക്സിഡേഷൻ, എപ്പിനെഫ്രിൻ ഓക്സിഡേഷൻ ആയി കഴിഞ്ഞാൽ അത് ആ ഡ്രഗിന്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കുകയാണ് ചെയ്യുക. സോ ആ എഫക്റ്റീവ്നെസ് കുറയ്ക്കുന്നത് പ്രിവെന്റ് ചെയ്യാണ് നമ്മുടെ സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ചെയ്യാം. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ എപ്പിനെഫ്രിൻ ഫോർമുലേഷൻ സ്റ്റെബിലൈസ് ആവുകയും അതേപോലെ പൊട്ടൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയും സ്റ്റോറേജും യൂസിനും ഒക്കെ നമുക്ക് ഈസിലി ഉപയോഗിക്കാൻ പറ്റും. ഈസിലി സ്റ്റോറേജ് ചെയ്യാനും ഈസിലി യൂസ് ചെയ്യാനും നമുക്ക് പറ്റും ആസ് ആൻ ആന്റി ഓക്സിഡന്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇനി വൈ നോട്ട് അതർ ഓപ്ഷൻസ്, അതും നമുക്ക് നോക്കാം. ആസ് എ സസ്പെൻഡിങ് ഏജന്റ്, സോ ഈ സോഡിയം മെറ്റാബൈസൾഫേറ്റ് ഒരു സസ്പെൻഡിങ് ഏജന്റ് ആയിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ട് നമ്മൾ സസ്പെൻഡിങ് ഏജന്റ് നോർമലി യൂസ് ചെയ്യുന്നത്? ടു കീപ് ഇൻസോൾബിൾ പാർട്ടിക്കിൾ യൂണിഫോംലി ഡിസ്പേഴ്സ്ഡ്. സോ അങ്ങനെ ഒരു ആക്ഷൻ അല്ല ഇവിടെ സോഡിയം മെറ്റാബൈസൾഫേറ്റ് ഉള്ളത്. ഓക്കെ, ഫംഗിസൈഡ് ആയിട്ട് യൂസ് ചെയ്യോ? സോഡിയം മെറ്റാബൈസൾഫേറ്റിന് സം ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഓക്കെ, ഫംഗിസൈഡൽ പ്രോപ്പർട്ടീസ് അല്ല, ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഇനി ബാക്ടീരിയസൈഡ് കറക്റ്റ് കോണ്ടെക്സ്റ്റിൽ ബാക്ടീരിയസൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, കാരണം നമുക്ക് ബെൻസൈൽ ആൽക്കഹോൾ ഒക്കെ കറക്റ്റ് ഒരു പ്രിസർവേറ്റീവ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ സോഡിയം മെറ്റാബൈസൾഫേറ്റ് യൂസ് ചെയ്യുന്നത് ഫോർ എന്താണ്? ആന്റി ഓക്സിഡന്റ് പേർപ്പസിന് വേണ്ടി തന്നെയാണ്. Then vancomycin doses should be reduced in patient in which of the following condition? ഏത് കണ്ടീഷനിലാണ് ഡോസ് റിഡ്യൂസ് ചെയ്യേണ്ടതെന്നാണ്. പൾമിനറി ഫെയിലിയർ, ഹെപ്പാറ്റിക് ഇമ്പയർമെന്റ്, ഹാർട്ട് ഫെയിലിയർ, റീനൽ ഇമ്പയർമെന്റ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റീനൽ ഇമ്പയർമെന്റ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വാൻകോമൈസിൻ കിഡ്നി വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ മെറ്റബോളിസം എന്ന് പറയുന്നത് കിഡ്നിയിലാണ് നടക്കുന്നത്. സോ ഒരു കിഡ്നി ഇമ്പയർമെന്റ് ഉള്ള പേഷ്യന്റിന് നമ്മൾ ഇതിന്റെ ഡോസ് റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ടോക്സിസിറ്റി, നെഫ്രോടോക്സിസിറ്റി ഒക്കെ കൂടാനുള്ള ചാൻസ്
ഉണ്ട്. ഇപ്പം ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ പൾമണറി ഫെയിലിയർ, ഹെപ്പാറ്റിക് ഇമ്പയർമെന്റ്, ഹാർട്ട് ഫെയിലിയർ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? കാരണം ഈ വാൻകോമൈസിൻ എന്ന് പറയുന്നത് ടിപ്പിക്കലി ഇറ്റ് മെറ്റബോളൈസ്ഡ് ഓർ എക്സ്ക്രീറ്റഡ് ത്രൂ കിഡ്നി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് മെറ്റബോളൈസ്ഡ് ത്രൂ കിഡ്നി. സോ അങ്ങനെ ഒരു കണ്ടീഷനിൽ റീനൽ ഇമ്പയർമെന്റ് ഉള്ള ഒരു പേഷ്യന്റിനാണ് നമ്മൾ അവിടെ ഡോസ് കുറയ്ക്കേണ്ടത്. അല്ലാണ്ട് ഒരു പൾമണറി ഫെയിലിയർ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഇമ്പയർമെന്റ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസ് അല്ല. അവിടെ നമുക്ക് മോണിറ്ററിംഗ് വേണം. വേണ്ട എന്നല്ല, ചെറിയൊരു മോണിറ്ററിംഗ് വേണം. പക്ഷേ റീനൽ ഇമ്പയർമെന്റ് ഉള്ള നമ്മൾ ഡോസ് കുറച്ചിരിക്കണം. അല്ലെങ്കിൽ ടോക്സിസിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. സോ ഇതേപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മുടെ ആപ്പിലുണ്ടാവും. നമ്മുടെ സൈറ്റിലും നമ്മുടെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ സി മെഡിടെക്കിന്റെ. സോ സി മെഡിടെക്കിലേക്ക് നിങ്ങൾക്ക് ഓപ്പറേയും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു കോൺടാക്ട് സി മെഡിടെക് ഓൺലൈൻ അക്കാഡമി.